നോക്കി മക്കളെ, ഞാൻ തക്കാളി ഉണ്ടാക്കിയിട്ട് തക്കാളി കായ്ച്ചത് കാണുന്നത് ഇതൊക്കെ നോക്കി. തക്കാളി ഉണ്ടാക്കി, തക്കാളി കായ്ച്ചു, മുളക് കായ്ച്ചു. ഇതൊക്കെയാണ് മുളക് തക്കാളി കവറിൽ ഉണ്ടാക്കിയിട്ട് തക്കാളി കായ്ച്ച് നിൽക്കണമൊക്കെയാണ് ഈ മുളക് കായ്ച്ചിട്ട്. പച്ചമുളക് കണ്ടില്ലേ, പച്ചമുളക് കായ്ച്ച് കിടക്കണേ. നമ്മൾ വെറുതെ ഇരുന്ന് നമുക്ക് എന്തെങ്കിലും, ഇപ്പോൾ ഞാൻ രസം കവറ് വാങ്ങി അതിൽ ചപ്പും ചവറും വാരിയിട്ട് അതിൽ കുറച്ച് മണ്ണിട്ട്, എന്നിട്ട് ഞാൻ അത് അതിൽ മുളകും തൈ മേടിച്ച് കൊടുന്ന് വെച്ചു. ഇതൊക്കെയാണ് കായ്ച്ചെടുക്കുന്നുണ്ടാക്കാണ്. വെറുതെ ഇരുന്നപ്പോൾ ഇതുണ്ടാകുമോ? നമുക്ക് വേഗം 100 തക്കാളി വലിക്കുക. എവിടെ പോകണം? ഇപ്പോൾ നമ്മളെ പെരയിലുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൂടെ, തിന്നൂടെ? ഒക്കെ ആണെങ്കിൽ വെറുതെ ഇരുന്നുകൊണ്ടില്ല കാര്യമുണ്ടോ? നമ്മൾ പൊടിക്കാൻ കൊണ്ടുവരുന്ന മുളക് ഉണ്ടാവൂലേ, ആ കുരു നമ്മുടെ പെരയുടെ അരുവിൽ പാകിയാൽ നമുക്ക് മുളകിൻ്റെ തൈ ഉണ്ടാവും. മുളകിൻ്റെ തൈ എന്നിട്ട് അത് ഇങ്ങനെ ബാഗിൽ കുഴിച്ചിട്ടാൽ മതി. അപ്പോൾ തക്കാളിയും കായ്ക്കും, മുളകും കായ്ക്കും, എല്ലതും കായ്ക്കുന്നതാണ്. തക്കാളിയുടെ കുരു, ഇത് തക്കാളി തൈ വാങ്ങിയതാട്ടോ. കണ്ടു, തക്കാളിയുടെ കുരു ഇട്ടാൽ മതി. നമ്മൾ കൂട്ടാൻ വെക്കാൻ കൊണ്ട് തക്കാളി ഇല്ലേ, അതിലത്തെ കുരു എടുത്തിട്ട് ഒരു കുറച്ച് മണ്ണ് ഇട്ടിട്ട് അത് ഈ പെരയുടെ അരുവിൽ വെച്ചാലേ, മയത്ത് വെക്കരുത് കേട്ടോ. മയത്ത് വെച്ചാൽ തറഞ്ഞു പോകും. ഇവിടെ പാവിയാൽ മതി. അപ്പം എന്നിട്ട് നമ്മൾ തക്കാളി ഉണ്ടായ അതിൽ പറിച്ചിട്ട് നമ്മളിങ്ങനെ ബാഗ്, ഈ കറുത്ത ബാഗ് ഇവിടെ കടയിലുണ്ടാവും. പിന്നെ അത് വാങ്ങിയിട്ട് ഇങ്ങനെ വല്ല അടിക്കാട്ടോ ചപ്പും ചവറൊക്കെ വാരിയിട്ട് അതിൽ നിറച്ചിട്ട് കവറിട്ടെടുത്തിട്ടോ. കവറിട്ട മുളക്കില്ല. എന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് നമ്മളെ പച്ചക്കറി നമ്മളെ പെരയിൽ നിന്ന് നമുക്ക് പൊട്ടിക്കാം. കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ മുളക് തൈയൊക്കെ കായ്ച്ചിട്ട് എല്ലാം ഉണ്ടായി. മുളക് കായ്ച്ചിക്കണ്, തക്കാളി കായ്ച്ചിക്കണ്. ഒക്കെ ഉണ്ടാക്കിക്കോളി, നിങ്ങളൊക്കെ ഉണ്ടാക്കിക്കോളി കേട്ടോ. എന്താ ഇതിലേക്കാത്ത ഉണ്ടാക്കിയതാണേ. വെറുതെ ഇരുന്ന ഒരു കാര്യമില്ല. വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതുണ്ടാകുമോ? കായ്ച്ചെടുക്കും. ഉണ്ടാക്കിക്കോളി കേട്ടോ. കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടോ. ബെല്ലൈക്കൻ സബ്സ്ക്രൈബൊക്കെ നിങ്ങൾ